തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും വന്നു. 102 സീറ്റ് വാങ്ങി അധികാരം പിടിച്ചെടുത്ത കോൺഗ്രസ് മുന്നണി 10-11 ദിവസം നീണ്ടുപോയ നീണ്ട ചർച്ചകൾക്ക് ശേഷം സതീശനെ മുഖ്യമന്ത്രിയാക്കാനും തീരുമാനിച്ചു. മന്ത്രിപ്പട്ടികയുണ്ടാക്കി ഗവർണർക്ക് സമർപ്പിച്ച് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞയും ചെയ്തു. കേരളത്തിന്റെ എക്കാലത്തെയും ജനകീയനായ മുഖ്യമന്ത്രി എന്ന് ഇന്നും അറിയപ്പെടുന്ന പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞിന്റെ, അതായത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന് മാത്രം ആരും മുൻകൈയെടുത്ത് മന്ത്രിസഭയിൽ ഒരിടം കൊടുത്തില്ല. തനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന് സ്ഥാനമോഹിയല്ലാത്ത ചാണ്ടി ഉമ്മൻ ഒരിക്കലും ആവശ്യപ്പെട്ടതുമില്ല. ഇന്നലത്തെ മഴയിൽ കുരുത്ത തകരകൾക്ക് പോലും അവരാവശ്യപ്പെട്ട മന്ത്രിസ്ഥാനം പങ്കിട്ടവരാരും എന്തുകൊണ്ടോ ചാണ്ടി ഉമ്മനെ കണ്ടില്ല, അഥവാ കണ്ടമട്ട് കാണിച്ചില്ല. ചാണ്ടി ഉമ്മൻ മന്ത്രിയാവുമെന്ന് ചാനലുകളെല്ലാം വാർത്ത നൽകി. ചാണ്ടി ഉമ്മൻ മന്ത്രിസ്ഥാനത്തെ പറ്റി ആരോടും ഒന്നും പറഞ്ഞില്ല. തനിക്ക് മന്ത്രിയാവണമെന്ന് ആവശ്യപ്പെട്ട് നേതാക്കളിൽ ആരുടെയും അടുക്കള തിണ്ണനിറങ്ങിയതുമില്ല. രമേശ് ചെന്നിത്തലയോ VD സതീശനോ KC വേണുഗോപാലോ ചാണ്ടി ഉമ്മനെ തെല്ലും പരിഗണിച്ചില്ല. ഉമ്മൻചാണ്ടിയുടെ ചങ്കും കരളുമായ സാക്ഷാൽ AK ആന്റണി പോലും ചാണ്ടി ഉമ്മന് വേണ്ടി ഒരു വാക്കു പറഞ്ഞില്ല. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ തന്നെ ധനമന്ത്രിയാക്കാതെ മൂലക്കിരുത്തിയതിന്റെ പ്രതികാരം ചാണ്ടി ഉമ്മനോട് കാണിച്ച സതീശനും തോളിൽ കൈയിട്ട് നടന്ന ഷാഫിയും വിഷ്ണുനാഥും VK ശ്രീകണ്ഠനും ചാണ്ടി ഉമ്മന് വേണ്ടി KCയോടും വാദിച്ചില്ല. കന്യംഗത്തിൽ ജയിച്ച ജനീഷിനും ലിജുവിനും ബിന്ദു കൃഷ്ണയ്ക്കും തുളസിക്കും വരെ മന്ത്രിക്കസേര കൊടുത്തവർ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലടക്കം 3-ാം തവണ MLA ആയ ചാണ്ടി ഉമ്മനെ തഴഞ്ഞു. ഓർത്തഡോക്സ് സഭാവിഭാഗത്തിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കാത്തതിൽ സഭയ്ക്കും അതൃപ്തിയുണ്ടെന്നത് പരസ്യമാണ്. ഉമ്മൻചാണ്ടിയുടെ മകന് വേണ്ടി വാദിക്കാൻ ഇപ്പോൾ ബെന്നി ബെഹനാൻ മാത്രമാണ് രംഗത്തുള്ളത്. പുതുപ്പള്ളിക്കാർക്ക് ഉമ്മൻചാണ്ടി എന്നാൽ കുഞ്ഞൂഞ്ഞാണ്. ആ കുഞ്ഞൂഞ്ഞിനേക്കാൾ അധികം ആ നാട്ടുകാർ ഇഷ്ടപ്പെടുന്ന ജനപ്രതിനിധിയായി ചാണ്ടി ഉമ്മൻ മാറിക്കഴിഞ്ഞു. ആർഭാടങ്ങൾ തൊട്ടു തീണ്ടാത്ത യുവനേതാവ്, ഒരു വള്ളിച്ചെരുപ്പ് പോലും ഇല്ലാതെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്നവൻ, സൈക്കിളിൽ ചുറ്റി സഞ്ചരിച്ച് വോട്ട് പിടിച്ച് 50,000-ന്റെ ഭൂരിപക്ഷം വാങ്ങിയവൻ, പാവപ്പെട്ട ഒരുപാട് പേർക്ക് കിടപ്പാടം ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടവൻ, തിരുവനന്തപുരം ജഗതിയിൽ നിന്നും 3.5 കിലോമീറ്റർ ദൂരം മഴ നനഞ്ഞ് നടന്നു വന്ന് സതീശന്റെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയായവൻ. ചാണ്ടിയുമ്മന് വിശേഷണങ്ങൾ ഏറെയാണ്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാവുമെന്ന വിശുദ്ധ വചനം കടമെടുത്താൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ചാണ്ടിയുമ്മന്റെ പേരും നാളുകളിൽ വരച്ചു ചേർക്കപ്പെടും. അധികാരക്കൊതിയനല്ലാത്ത ചാണ്ടിയുമ്മന് ഇതാ ഒറ്റമൈനയുടെ ഒരു ബിഗ് സല്യൂട്ട്.